നമസ്കാരം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടഭേദഗതികൾ, അതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കുന്നൊരു ഭേദഗതി അല്ലെങ്കിൽ ഒരു വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭകൾ വല്ലാത്ത ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ച് വലിയ പ്രതിഷേധവുമായി തുടക്കത്തിൽ രംഗത്തെത്തിയെങ്കിലും ഒടുവിൽ ഇത്തരത്തിലുള്ളൊരു നീക്കം തങ്ങൾക്ക് തന്നെ തിരിച്ചടി ആകുമെന്നുള്ള തിരിച്ചറിവിൽ അവർ പിന്നോക്കം പോവുകയായിരുന്നു. BJPയെ, കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രകോപിതരാക്കണ്ട എന്നുള്ളൊരു തീരുമാനം, അത്തരത്തിലൊരു മനോഭാവത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം, ഒരു സമവായത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് കൈപ്പറ്റിയെടുക്കാമെന്നുള്ളൊരു ശ്രമത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ FCRAയെ സംബന്ധിച്ച് കേരളത്തിൽ നിലവിലുള്ളൊരു സാഹചര്യം. എന്നാൽ ആ സാഹചര്യം അങ്ങനെ നിലനിൽക്കെ ഇന്ന് പ്രീണനത്തിൻ്റെ എല്ലാ അതിരുകളും മറികടന്നുകൊണ്ട് കേരള നിയമസഭയിലൊരു പ്രമേയം അവതരിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. നാം ഈ വിവരം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുമ്പോഴേക്കും അതിൻ്റെ അവതരണം തുടങ്ങിയിട്ടുണ്ടാകും. ചർച്ചകൾക്ക് ശേഷം ആ ബില്ല് ഐകകണ്ഠേന എന്ന് പറയുവാൻ സാധിക്കാത്ത തരത്തിൽ 3 എതിർശബ്ദങ്ങളുണ്ടാകും. അത്തരത്തിലത് പാസ്സാക്കിയെടുക്കപ്പെട്ടേക്കാം. 137 നിയമസഭാ സാമാജികന്മാരുടെ പിന്തുണയോടുകൂടി ആ പ്രമേയം പാസ്സാക്കിയെടുക്കപ്പെട്ടേക്കാം. എടുക്കപ്പെടുമെന്നുള്ളത് തന്നെ ഏകദേശം ഉറപ്പിച്ചുള്ളൂ. എന്താണ് ആ പ്രമേയം എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ, FCRA ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതികളും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇനി കൊണ്ടുവരുവാൻ പോകുന്ന നിയമ ഭേദഗതികളും അതിനെതിരെയുള്ളൊരു പ്രമേയമായിട്ട്, അത് തെറ്റാണ് എന്നുള്ള രീതിയിലല്ല, അതിനെ ഈ നിയമസഭ എതിർക്കുന്നു. അത് റദ്ദ് ചെയ്യണം അല്ലെങ്കിൽ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രമേയമൊന്നുമില്ല. കാരണം അത്തരത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭയുടെ സാധുത തന്നെ ചിലപ്പോൾ ഇല്ലാതായി പോകും. കാരണം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഒരു നിയമത്തിനെ, ഒരു ബില്ലിനെ ലോക്സഭയിലും നിയമസഭയിലും നിയമനിർമ്മാണ സഭകളുടെ ഏറ്റവും അന്തിമ അധികാരപരിധിയായ നിയമസഭയിൽ നിയമനിർമ്മാണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നിയമങ്ങളുടെ ഒരു വിശദീകരണത്തിനോ വ്യാഖ്യാനത്തിനോ അല്ല. സുപ്രീം കോടതി അതിലുണ്ട്. നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അന്തിമ വാക്ക് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയൊരു ബില്ല് രാഷ്ട്രപതി ഒപ്പിടുക എന്നുള്ളതാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമാണോ അല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിക്കുന്ന അതിൻ്റെ സംവിധാനങ്ങൾ വേറെയുണ്ട്. എന്നാലും നിയമത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ ഇതാണ് രീതി. അത്തരത്തിൽ പാസ്സാക്കിയൊരു നിയമത്തെ റദ്ദ് ചെയ്യുവാനോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുവാനുള്ള, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് ആവശ്യപ്പെടുവാനുള്ള, അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുവാനുള്ള പ്രമേയമൊക്കെ പാസ്സാക്കുവാനുള്ള അവകാശം ജനാധിപത്യത്തിൽ ഒരു പൗരനുമുണ്ട്, നിയമസഭാ സാമാജികർക്കുമുണ്ട് എന്നാണ് എൻ്റെ നിയമപരിജ്ഞാനം. ഞാൻ അല്പം ആഴത്തിൽ തന്നെ ആ നിയമം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ റദ്ദ് ചെയ്യാനുള്ളൊരു അവകാശമില്ല. അതിനും അപ്പുറത്തേക്ക് തെറ്റാണെന്ന് പോലും പറയുവാൻ പാടില്ല എന്നുള്ളൊരു നിയമപരിജ്ഞാനം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. തിരുത്തപ്പെടേണ്ട ഒന്നാണ്. കാരണം അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നാൽ പോലും നിയമസഭയുടെ സാധുത നഷ്ടമാകുമെങ്കിൽ അതും ഒരു നിയമവിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അറിവുള്ള നിയമ പരിജ്ഞാനം കൂടുതലുള്ള ആളുകൾ ആ വിവരം പങ്കുവയ്ക്കുക, അത്തരത്തിലൊരു നിയമമുണ്ടെങ്കിൽ. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ, മുഖ്യമന്ത്രി VD സതീശനാണ് നേരിട്ട് ഈ പ്രമേയം അവതരിപ്പിക്കുവാൻ പോകുന്നത്. അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നതിന് പ്രീണനത്തിൻ്റെ അപ്പുറം ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ തന്ത്രം സത്യത്തിൽ ഒരു വ്യക്തിപരമായൊരു രാഷ്ട്രീയക്കാരനെ നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ BJPയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ക്രിസ്ത്യൻ സഭകളെ കാട്ടിക്കൊടുത്ത്, BJPക്ക് എന്തായാലും ഇതിനെ അനുകൂലിക്കുവാൻ സാധിക്കില്ല, എതിർക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് അങ്ങനെയാണ്. FCRA ചട്ടത്തിലെ ഭേദഗതികളും ഇപ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതും പ്രധാനമായി രാജ്യസുരക്ഷ സംബന്ധിയായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരത്തിലുള്ള വിദേശത്തു നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കുന്ന പല സംഘടനകളും, ക്രിസ്ത്യൻ സഭയുടെ സംഘടനകൾ പ്രത്യേകിച്ചും, അവ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായും ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് പോലുള്ള സംഘടനകൾ ചെയ്യുന്നത് പോലെ നക്സലുകൾക്കും മാവോയിസ്റ്റുകൾക്കുമൊക്കെ ഈ പണം ഏതാണ്ട് 99 കോടിയോളം രൂപ വിതരണം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതും, ഒപ്പം മതപരിവർത്തനത്തിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് അതിനൊരു സ്ഥിരമായ തടയിടുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ഈ ചട്ടങ്ങൾ കർശനമാക്കുന്നതും ഇനി ഭാവിയിൽ നിയമ ഭേദഗതി വരുത്തുവാൻ ശ്രമിക്കുന്നതല്ല, കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയം യാതൊരു തരത്തിലുള്ള സമവായവും ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ ക്രിസ്ത്യൻ സഭകൾ BJPയെ വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നപ്പോൾ ഈ ചട്ടത്തെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു സംജ്ഞ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. പക്ഷേ അന്ന് അവർ BJPക്ക് എതിരായിട്ട്, ഇതിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ല എന്ന് പറയുവാൻ ആർക്കും
സാധിക്കില്ല. നാളെ വി ഡി സതീശൻ ഈ ബില്ല് കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയമാണെങ്കിൽ ഈ ബില്ല് വെച്ചുള്ള ഒരു സമവായ ചർച്ചകൾ പോലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ളൊരു രാഷ്ട്രീയമാണ്. അത് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ബി ജെ പിക്ക് ഒരു സമവായത്തിൻ്റെയും ആരോടും ഒരു ചർച്ചയുടെയും ഒരു സമരസത്തിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ലുമായി അവർ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു നിലപാട് കേന്ദ്രത്തിൽ ബി ജെ പി എടുക്കുമ്പോൾ അതിന് വിരുദ്ധമായി കേരളത്തിലെ ബി ജെ പി പ്രവർത്തിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല. ഭാരതീയർ അവരിൽ നിന്നത് പ്രതീക്ഷിക്കുന്നതുമില്ല, കേരളീയർ പ്രത്യേകിച്ചും. പക്ഷേ വി ഡി സതീശൻ്റെ ഈ രാഷ്ട്രീയ തന്ത്രം നല്ലൊരു തന്ത്രം തന്നെയാണ്. പക്ഷേ പ്രീണനം എന്നുള്ള വശം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രീണനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കാരണം ഇത്തരത്തിലുള്ള പ്രമേയം കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായൊരു നടപടിയാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും ഇക്കാര്യത്തിൽ 137 പേരുടെയും പിന്തുണ ഈ പ്രമേയത്തിനുണ്ടാകുമെന്നുള്ളൊരു ഏതാണ്ടൊരു ഉറപ്പിച്ച് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിൻ്റെ കാരണവും അതുതന്നെയാണ്. ആരാണ് ക്രിസ്ത്യൻ സഭകളെ പ്രീണിപ്പിക്കുന്നതിൽ മുമ്പൻ എന്ന് ക്രിസ്ത്യൻ സഭകളെ ബോധ്യപ്പെടുത്തുവാനുള്ളൊരു മത്സരമായിരിക്കും ഒരുപക്ഷെ ഇന്ന് നിയമസഭയിൽ നടക്കുക. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഈ ബില്ലിനെ എതിർക്കുന്ന ബി ജെ പിയുടെ ഒരു പ്രതിച്ഛായ ക്രിസ്ത്യൻ സഭകൾക്ക് മുമ്പിൽ കണ്ടില്ലേ, നിങ്ങളെ ദ്രോഹിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് പ്രതിഫലിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കും. പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇപ്പോഴുള്ള മനോഭാവം ക്രിസ്ത്യൻ സഭകളുമായി അകന്നാലും ആ അകൽച്ച നമുക്ക് സഹിക്കാം, ക്രിസ്ത്യൻ സമൂഹത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം, അതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാം. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരിലൂടെ അത്തരത്തിലുള്ള ഒരു ഔട്ട്റീച്ചാണ്, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ രൂപം മാറി കേക്കല്ല, ക്രിസ്ത്യാനികളുടെ പരാതികൾ കേൾക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. സംസ്ഥാന നേതൃത്വത്തിൻ്റെ മനോഭാവം അതുതന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നിയമസഭയിൽ രസകരമായ പല രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഈ പ്രീണനത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണോ? അല്ല. എൻ്റെ ഓർമ്മയിൽ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു പ്രമേയം ഒരു രാജ്യവിരുദ്ധന് വേണ്ടി തന്നെയായിരുന്നു. ഇത് രാജ്യവിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നൊരു നടപടിക്കെതിരെയാണെങ്കിൽ ഇതിനു മുൻപ് ഇത്തരത്തിൽ ഐകകണ്ഠേന നിയമസഭാ സാമാജികർ 140 പേരും ഒരുമിച്ച് ചേർന്ന് പാസ്സാക്കിയ ഒരു പ്രമേയം അബ്ദുൽ നാസർ മദനി എന്ന ഭീകരവാദിക്ക് വേണ്ടിയിട്ടായിരുന്നു. അബ്ദുൽ നാസർ മദനി എന്ന ഭീകരവാദിയെ ജയിൽ വിമോചിതനാക്കണം, അദ്ദേഹത്തോട് കരുണ കാണിക്കണം, അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ചികിത്സ തേടുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം, കർണാടകത്തിലെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം എന്നുള്ള ഒരു പ്രമേയം, അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രമേയം. അത് മദനിയുടെ ജാമ്യത്തെ പോലും ബാധിച്ചു കുറേ കാലം എന്നുള്ള കാര്യവും വസ്തുതയാണ്, രസകരമായൊരു വസ്തുതയാണ്. പക്ഷേ ഇന്ന് 140 എന്ന മാന്ത്രിക സംഖ്യ തികയില്ല. ഐകകണ്ഠേന ഈ പ്രമേയം പാസ്സാക്കപ്പെടുവാനുള്ള സാധ്യതയില്ല. 3 എതിർസ്വരങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അവരുടെ സമ്മതിദാനം വിനിയോഗിച്ച് നിയമസഭയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ബി ജെ പി MLA-മാരാണ്. ഇനി തിരികെ എൽ ഡി എഫിലേക്കും യു ഡി എഫിലേക്കും വന്നാൽ ഇവർ കൈകോർത്ത് ഒരുമിച്ച് ഇന്ത്യ മുന്നണിയായി പ്രവർത്തിക്കുന്ന രസകരമായ കാഴ്ച ഇന്ന് നിയമസഭയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാഴ്ച എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ബഹുമാനപ്പെട്ട VV രാജേഷ് പറഞ്ഞ കാര്യമാണ്. ആന്തൂറിയവും അവലോസുണ്ടയും. അവലോസുണ്ടയിൽ കുത്തി നിർത്തപ്പെട്ട നിലയിൽ ആന്തൂറിയം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടും. ഇന്ത്യ മുന്നണി ഒന്നായി തന്നെ നിയമസഭയിൽ പ്രവർത്തിക്കുന്നത് കൺകുളിർക്കുന്ന കാഴ്ച കേരളീയ ജനതയ്ക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. അവിടെയും VV രാജേഷ് പറഞ്ഞ മറ്റൊരു കാര്യവും കൂടി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഇവർ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇന്ത്യ മുന്നണിയായി തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിയമസഭയ്ക്കുള്ളിൽ ശ്രീ ഗോപകുമാർ പ്രതിപക്ഷ നേതാവാകരുതോ? അങ്ങനെയല്ലേ വേണ്ടത്? കാരണം ഇവർ ഭരണപക്ഷമാണല്ലോ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ LDF UDF-മായി കൂട്ടുചേർന്നാൽ ഭരണപക്ഷമായില്ലേ? അപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായും BJP തന്നെയല്ലേ? പ്രതിപക്ഷത്തിൻ്റെ സഭാ നേതാവ് എന്നുള്ളത്, BJPയുടെ സഭാ നേതാവ് എന്നുള്ള നിലയിൽ ഇനി ശ്രീ ഗോപകുമാറിനല്ലേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തിന് അർഹത? അംഗസംഖ്യ തികയുമോ പ്രതിപക്ഷത്തിന് വേണ്ടത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ യഥാർത്ഥ പ്രതിപക്ഷം BJP അല്ലേ എന്നുള്ള ചോദ്യം ശ്രീ VV രാജേഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുൻപിൽ, കേരളീയർക്ക് മുൻപിൽ വെച്ചിരുന്നു. ആ ചോദ്യം വീണ്ടും ഇന്ന് പ്രസക്തമാവുകയാണ് ഈ പ്രമേയത്തിൻ്റെ അവതരണത്തിലൂടെ. എന്തായാലും ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, ഈ തമാശയും കൗതുകകരമായ കാഴ്ചകൾക്കുമൊക്കെ അപ്പുറം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ പിന്തുണയ്ക്കുവാനാണ്? കൃത്യമായിട്ടുള്ള രാജ്യവിരുദ്ധത തടയുവാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമത്തിനെതിരെയാണ് ഇവർ ഈ പ്രമേയം പാസ്സാക്കുന്നത്. പ്രീണനത്തിന് വേണ്ടി. ആരെ പ്രീണിപ്പിക്കുവാൻ? കണ്ട മാർക്ക് ലിഞ്ഞോയ്ക്കുമൊക്കെ വിദേശത്ത് നിന്ന് തോന്നിയ പാടെ ഫണ്ടുകൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് അത് മതപരിവർത്തനത്തിന് വേണ്ടിയും വേണ്ടി വന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ വിനിയോഗിക്കുവാനുള്ള നിരവധി പഴുതുകൾ ഇപ്പോഴുള്ള നിയമത്തിലുണ്ട്. ആ പഴുതുകളെല്ലാം അടച്ച് കർശനമായി ഈ നിയമം നടപ്പാക്കുവാനുള്ള
മനോഭാവത്തോടുകൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുന്നവർ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് പ്രേക്ഷകർ വ്യക്തമായി തിരിച്ചറിയുക. ആ തിരിച്ചറിവുണ്ടാകുവാനുള്ള സാമാന്യബോധം തത്വമയിയുടെ പ്രേക്ഷകർക്ക് തീർച്ചയായും ഉണ്ടെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. കേരളീയ ജനതയിൽ പലർക്കും അത്തരത്തിലുള്ളൊരു സാമാന്യബോധത്തിൽ ചിന്തിക്കുവാനുള്ള ഒരു അവസരം പലപ്പോഴും ലഭിക്കാറില്ല. കാരണം പല തെറ്റിദ്ധാരണകളും പരത്തി, അല്ലെങ്കിൽ ഈ എലിയെ കാണിച്ച് പുലിയെ പിന്നിലൂടെ കടത്തുക എന്നുള്ള രീതിയിൽ അവരുടെ ശ്രദ്ധ തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തും വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുമൊക്കെ അവരെ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ നിർത്തുവാൻ ശ്രമിക്കുകയാണ് UDFും LDFും ഒരുമിച്ച് ഇന്ത്യ മുന്നണിയായി ഈ പ്രമേയത്തിലൂടെ. ഇത് അവരുടെ ആദ്യ പ്രവൃത്തിയല്ല, മുൻപും അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. BJP പോലെ ദേശീയതയോടൊപ്പം നിൽക്കുന്നൊരു പാർട്ടിക്കെതിരെ വ്യാജ വാർത്തകൾ പരത്തുന്നതിൽ ആര് മുൻപിലെന്നുള്ള മത്സരത്തിന് ശേഷം ആ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ആ വ്യാജ വാർത്തകളുടെ പിന്തുണയിൽ BJPക്കെതിരെ പ്രവർത്തിക്കുവാൻ പിന്നാമ്പുറങ്ങളിൽ ഒരുമിച്ച് കൈകോർത്ത് വോട്ട് മറിക്കൽ ഉൾപ്പെടെയുള്ള പ്രക്രിയകളുമായി ഇവർ ഏറെക്കാലമായി രാഷ്ട്രീയ കളത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ BJP ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ള കാര്യം മാറ്റിവെക്കുവാനോ അല്ലെങ്കിൽ മറച്ചു വയ്ക്കുവാനോ സാധിക്കാത്തൊരു വസ്തുതയായി അവരുടെ മുൻപിൽ ഉയർന്നു വന്ന് അവരെ ഭയപ്പെടുത്തി തുടങ്ങിയതിന് ശേഷം തിരുവനന്തപുരം നിയമസഭയിലെ BJPയുടെ വിജയം, അല്ലെങ്കിൽ BJP അധികാരത്തിലേറിയത് അവരെ എത്രത്തോളം, ഇരുമുന്നണികളെയും എത്രത്തോളം അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകൾ ഒരു ആഭാസത്തരത്തിലേക്ക് നീളുന്ന നാണം കെട്ട രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് നിയമസഭയ്ക്കുള്ളിലെ 3 സാമാജികരുടെ സാന്നിധ്യം, BJPയുടെ 3 നിയമസഭാ സാമാജികരുടെ സാന്നിധ്യം ഈ ഇരുമുന്നണികളെയും അസ്വസ്ഥരാക്കുന്നത്. ആ അസ്വസ്ഥത കൂടുതൽ പടരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അവരുടെ ഉള്ളിൽ ആളിക്കത്തി അവരുടെ ഈ ഒരു രാജ്യവിരുദ്ധതയെ തന്നെ ഇല്ലാതാക്കുന്നത് ആത്യന്തികമായി രാജ്യത്തിന് ഗുണമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രമേയത്തെ ഞാൻ സർവാത്മനാ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇന്ത്യ മുന്നണിയായി നിങ്ങളെല്ലാവരും ജോയിൻ്റായ സ്ഥിതിക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി എന്ന് നാളെ ശ്രീ ഗോപകുമാറിന് അല്ലെങ്കിൽ ശ്രീ വി മുരളീധരന് സഭയിൽ പറയുവാനുള്ളൊരു അവസരം ലഭ്യമാകും. രാജീവ് ചന്ദ്രശേഖരനും അത് പറയുവാനുള്ള അവസരം ലഭ്യമാകും. രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാത്തത്, രാജമാണിക്യം സ്റ്റൈലിലുള്ള ഡയലോഗ് അടിക്കാൻ അദ്ദേഹം ഇനിയും കുറച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അക്ഷരത്തെറ്റില്ലാത്ത സ്ഫുടമായ അച്ചടി ഭാഷയിലുള്ള മലയാളത്തിലോ പറഞ്ഞാൽ ആ സഭയ്ക്കകത്തിരിക്കുന്ന പലർക്കും അത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ രാജമാണിക്യം ഭാഷയിൽ ശ്രീ ഗോപകുമാറിനും ശ്രീ വി മുരളീധരനും അത് പറയുവാൻ സാധിക്കും. അത് സഭയിലുള്ളവർക്ക് കൃത്യമായിട്ടും മനസ്സിലാവുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ ഇംഗ്ലീഷിലോ മറ്റോ അത് പറഞ്ഞാൽ അതിനെതിരെ അവർ ചിലപ്പോൾ പ്രമേയം പാസ്സായി കളയും. അങ്ങനെ ഈ വിദ്യാഭ്യാസമില്ലാത്തവരെ ഇങ്ങനെ അപമാനിക്കരുത് എന്നുള്ള പ്രമേയം ചിലപ്പോൾ അവർ പാസ്സാക്കുവാനുള്ള സാധ്യതയുണ്ട്. ശിവൻകുട്ടി സഖാവൊന്നും ഇപ്പോൾ സഭയിൽ ഇല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള പലരും സഭയിലുണ്ട് എന്നുള്ള വസ്തുത രാജീവ് ചന്ദ്രശേഖർ മറക്കാൻ പാടില്ല എന്ന് ചിലപ്പോൾ സ്പീക്കർ അദ്ദേഹത്തെ ശാസിക്കുവാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ജോയിൻ്റായിട്ട് ഇന്ത്യ മുന്നണിയുടെ പ്രമേയം ഗ്രൂപ്പ് ഫോട്ടോയോടുകൂടി തുടങ്ങുകയോ അവസാനിക്കുകയോ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് രസകരമായ കാഴ്ചകൾ നമുക്ക് കാണാം. അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളും ചർച്ചകളുമായി തത്വമയി ന്യൂസ് നിങ്ങളുടെ ഒപ്പം ആ വാർത്തകൾക്കൊപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ പ്രമേയത്തെ സംബന്ധിച്ച് ജോയിൻ്റായി UDFും LDFും പാസ്സാക്കുവാൻ പോകുന്ന പ്രമേയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.